നിയമാവർത്തന പുസ്തകം 27-ാം അധ്യായം. നിയമങ്ങൾ രേഖപ്പെടുത്തുന്നു. മോശെ ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരോട് ചേർന്ന് ജനത്തോട് ഇപ്രകാരം കൽപ്പിച്ചു: ഇന്നു മുതൽ നിങ്ങൾക്ക് നൽകുന്ന സകല കൽപ്പനകളും പാലിക്കുവിൻ. ജോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന ദേശത്ത് പ്രവേശിക്കുന്ന ദിവസം നിങ്ങൾ വലിയ ശിലകൾ സ്ഥാപിച്ച് അവയ്ക്ക് കുമ്മായം പൂശണം. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനമനുസരിച്ച് നിങ്ങൾക്ക് തരുന്ന തേനും പാലും ഒഴുകുന്ന ദേശത്തെത്തുമ്പോൾ ആ നിയമത്തിലെ ഓരോ വാക്കും നിങ്ങൾ അവയിൽ എഴുതണം. നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതനുസരിച്ച് ഈ കല്ലുകൾ ഏബാൽ പർവ്വതത്തിൽ നാട്ടി അവയ്ക്ക് കുമ്മായം പൂശണം. അവിടെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് കല്ലുകൊണ്ട് ബലിപീഠം പണിയണം. അതിന്മേൽ ഇരുമ്പായുധം സ്പർശിക്കരുത്. വെട്ടിമുറിക്കുകയോ ചെത്തിമിരിക്കുകയോ ചെയ്യാത്ത മുഴുവൻ കല്ലുകൾ കൊണ്ടാണ് നിങ്ങളുടെ ദൈവമായ കർത്താവിന് ബലിപീഠം പണിയേണ്ടത്. അതിന്മേലായിരിക്കും നിൻ്റെ ദൈവമായ കർത്താവിന് ദഹനബലി അർപ്പിക്കുക. സമാധാന ബലികളും അർപ്പിക്കണം. അവിടെ വെച്ച് ഭക്ഷിച്ച് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷിച്ചുകൊള്ളുവിൻ. ആ ശിലകളിൽ ഈ നിയമത്തിൻ്റെ ഓരോ വാക്കും വ്യക്തമായി എഴുതണം. മോശ ലേവ്യ പുരോഹിതന്മാരോട് ചേർന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു: ഇസ്രായേലിൽ ശ്രദ്ധിച്ചു കേൾക്കുക. ഇന്ന് നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ ജനമായി തീർന്നിരിക്കുന്നു. ആകയാൽ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേൾക്കുകയും ഇന്ന് ഞാൻ നിനക്ക് നൽകുന്നത് അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്യുക. 12 ശാപങ്ങൾ. അന്ന് തന്നെ മോശ ജനത്തോട് കൽപ്പിച്ചു: നിങ്ങൾ ജോർദാൻ കടന്നു കഴിയുമ്പോൾ ജനത്തെ അനുഗ്രഹിക്കാനായി ശിമിയോൻ, ലേവി, യൂദാ, ഇസക്കിയേൽ, ജോസഫ്, ബെഞ്ചമിൻ എന്നിവർ ഗിരിപർവ്വതത്തിലും, ശപിക്കാനായി റൂബൻ, ഗാദ്, ആഖേർ, സെബുലോൻ, ദാൻ, നപ്താലി എന്നിവർ ഏബാൻ പർവ്വതത്തിലും നിൽക്കട്ടെ. അപ്പോൾ ലേവ്യർ ഇസ്രായേൽ ജനത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയണം: കർത്താവിന് നിന്ദ്യമായ ശില്പകല കൊത്തുകയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യമായി അനുഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനങ്ങളെല്ലാം ഉത്തരം പറയണം: ആമേൻ. അപ്പനെയോ അമ്മയോ നിന്ദിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അയൽക്കാരൻ്റെ അതിർത്തിക്കല്ല് മാറ്റുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. കുരുടനെ വഴിതെറ്റിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പരദേശിക്കും അനാഥർക്കും വിധവയ്ക്കും നീതി നിഷേധിക്കുന്നവർ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. പിതാവിൻ്റെ ഭാര്യയോടുകൂടി ശയിച്ച് അവനെ അപമാനിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. മൃഗവുമായി ഇണചേരുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. തൻ്റെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മകളായ സഹോദരിയോടൊത്ത് ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അമ്മായി അമ്മയോടെ ശയിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. അയൽക്കാരനെ രഹസ്യമായി വധിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. നിർദോഷിനെ കൊല്ലുവാൻ കൈക്കൂലി വാങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. ഈ നിയമം പൂർണ്ണമായും അനുസരിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. ജനമെല്ലാം പറയണം: ആമേൻ. ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത്. കർത്താവേ, ശാപങ്ങളും ദുഃഖങ്ങളും വേദനകളും നിറഞ്ഞ ലോകത്തിൽ സമാധാനവും ശാന്തിയും നൽകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.